ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നാടൻ കറി, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തയ്യാറാക്കിയാലോ. കറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മസാലക്കറിയാണ്, നമ്മുടെ ചെമ്മീൻ മസാലക്കറി. ചെമ്മീൻ കിട്ടാത്ത ആളുകൾ ക്ഷമിക്കുക. ചെമ്മീൻ കിട്ടുകയാണെങ്കിൽ, വലിയ ചെമ്മീനാണെങ്കിലും ചെറിയ ചെമ്മീനാണെങ്കിലും ഒന്നും കുഴപ്പമില്ല, നിങ്ങൾ ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കും കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചെമ്മീൻ മസാലക്കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 200 ഗ്രാം ചെമ്മീനുള്ള അളവാണ് കേട്ടോ ഞാൻ ഈ 1 കപ്പ് തേങ്ങ എന്ന് പറയുന്നത്. 200 ഗ്രാം ക്ലീൻ ആക്കിയ ചെമ്മീൻ്റെ അളവ്, നമ്മൾ ക്ലീൻ ആക്കുന്നതിന് മുന്നേ ഉള്ളതല്ല, ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് ഉള്ള അളവിനേക്കാണ്. 1 കപ്പ് തേങ്ങ ചിരവിയത്, ഒരു 15 ഉള്ളി, വലിയ ഉള്ളിയാണെങ്കിൽ 15 ഉള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ എരിവുള്ള 1 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1 പച്ചമുളക് മതി, എരിവ് കുറഞ്ഞതാണെങ്കിൽ 2 പച്ചമുളക് എടുക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 8-10 കുരുമുളകും 1 പീസ് പട്ടയും 3 ഗ്രാമ്പും. ഒരുപാട് സ്പൈസസ് വേണ്ട. പിന്നെ പെരിഞ്ജീരകമാണ് എടുത്തിട്ടുള്ളത്, 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി നമ്മുടെ കറി ഉണ്ടാക്കാൻ. പിന്നെ ബാക്കിയുള്ള പൊടികളൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഉള്ളിയും ചെമ്മീനും ചേർത്ത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിക്ക് പകരം സവോളയും ചേർക്കാം, പക്ഷേ ടേസ്റ്റ് ഉള്ളിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ പച്ചമുളകൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉള്ളിക്കും പ്രോൺസിനും ആവശ്യമായ ഉപ്പ്. കുറച്ച് ഉപ്പ് കൂടിയാലും കുഴപ്പമില്ല, നമ്മുടെ അരപ്പും കൂടി വരുമ്പോൾ കറക്റ്റ് ആയിക്കോളും. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം. പ്രോൺസും ഉള്ളിയും ഓവർ കുക്കായി പോകണ്ട, ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഇത് ഓവർ കുക്കായി പോയിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ചെറിയ ഫ്ലെയിമിലിരുന്ന് കുക്കായി വരട്ടെ. നമുക്ക് ഈ സമയത്ത് തേങ്ങ വറുത്തെടുക്കാം. നമ്മളിപ്പോൾ തേങ്ങ വറുക്കാനായിട്ട് ചട്ടിയിലേക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇതിലേക്കൊരു 4-5 ഇതൾ കറിവേപ്പില, അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പു, കുരുമുളക് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് ഇളക്കി വറുത്തെടുക്കുക. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ചേർക്കാനുണ്ട്, അതൊരു സ്റ്റേജ് ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ആ ചേർക്കേണ്ട സ്റ്റേജ് ആകുമ്പോൾ. ഇപ്പോൾ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഫ്ലെയിം കുറയ്ക്കുകയാണ്. ഇത്രയും സമയം ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഇനി ഫ്ലെയിം കുറച്ചിട്ട് പൊടികൾ ചേർക്കുകയാണ്. നിങ്ങൾ കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൊടികൾ ചേർക്കാം കേട്ടോ. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് എപ്പോഴും പൊടികൾ ചേർക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും. അപ്പോൾ ഞാൻ ആദ്യം ചേർക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഒരുപാട് പൊടികൾ വേണ്ട ഇതിൽ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി. ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി ഈ പൊടികളൊന്ന് കുക്കായി വരുന്നത് വരെ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങൾ പൊടികൾ ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യുക കേട്ടോ, ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും. ഇനി ഒരു 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക, നമ്മുടെ പൊടികളുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറി വരാനായിട്ട്. നോൺ സ്റ്റിക്ക് പാനിലാണ് തേങ്ങ വറുക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കണ്ട, ഇല്ലെങ്കിൽ തേങ്ങ ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ വെളിച്ചെണ്ണ ചേർത്തിട്ട് വറുത്തെടുക്കുക. അപ്പോൾ അതാ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. നമ്മുടെ പൊടികളൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ എടുത്തു വെച്ചിരുന്ന പെരിഞ്ജീരകം. പെരിഞ്ജീരകം പച്ചയ്ക്കാണ് നമ്മൾ അരയ്ക്കുന്നത്, വറുത്തിട്ടല്ല അരയ്ക്കുന്നത്. ഇനിയിപ്പോൾ ഈ തേങ്ങയുടെ ചൂട് മാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ പ്രോൺസും കുക്കായി കിട്ടും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അരച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തത് ഞാൻ വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്ത് തന്നെ അരയ്ക്കാം കേട്ടോ, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മസാലക്കറിയല്ലേ. അപ്പോൾ ഞാനിതിന് അരപ്പ് നമ്മുടെ പ്രോൺസിലേക്ക് ചേർക്കാൻ പോവാണ്. നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വെള്ളം ചേർത്ത് അരപ്പ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഗ്രേവിയോടുകൂടി ചെയ്യാതിരിക്കുകയാണ് നല്ലത്. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനനുസരിച്ച് ഗ്രേവി നമ്മൾ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളത്തിലാണ് അരച്ചെടുത്തത്. കുറച്ച് ലൂസായിട്ട് തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. ഒരു 2 മിനിറ്റോളം നമ്മുടെ അരപ്പ് ചേർത്തിട്ട് തിളയ്ക്കണം. അപ്പോൾ ഇനി നമ്മുടെ കറി തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക.
എരിവൊക്കെ കറക്റ്റ് ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുരുമുളക് ചേർത്തിട്ടുണ്ട്, പച്ചമുളക് ചേർത്തിട്ടുണ്ട്, മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം എരിവുണ്ടാവും. അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ. കുറുകിയിരിക്കുന്നതിനേക്കാൾ കുറച്ച് ലൂസായിരിക്കുന്നതാണ് ഈ ഒരു കറിക്കൊക്കെ ടേസ്റ്റ്. അപ്പോൾ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഇനി എന്തൊക്കെയാണ് ചേർക്കുന്നതെന്നുള്ളത്. ഇനിയും 1-2 കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി 2 മിനിറ്റായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 പിഞ്ച് ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ 1 പിഞ്ച് പെരിഞ്ജീരകം പൊടിച്ചതും ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർക്കുമ്പോൾ ലാസ്റ്റ് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ കറിക്ക്. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ചട്ടിയുടെ ചൂടിലിരുന്ന് കറി വീണ്ടും തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ലാസ്റ്റ് മാത്രം ഈ 2 കാര്യങ്ങളും ചേർക്കുക. ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് വറവിടാം. അപ്പോൾ നമ്മുടെ കറി വളരെ ഈസി അല്ലേ? ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചെമ്മീൻ മസാലക്കറിയാണിത്. ഇനി ഞാൻ വറവിടാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. ഇപ്പോൾ നമ്മൾ പാൻ വെച്ചു. പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ഞാൻ ഉള്ളി ചേർത്ത് കറി ഉണ്ടാക്കിയതുകൊണ്ട് വീണ്ടും ഉള്ളി വറവിടാനായിട്ട് ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങൾ സവോള ചേർത്താണ് കറി ഉണ്ടാക്കിയതെന്നുണ്ടെങ്കിൽ ഒരു 3 ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ചേർത്തോളൂ. ഇതിലേക്ക് നമുക്കൊരു വറ്റൽമുളക് 3 പീസായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കറിയിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ വറവ് നമ്മൾ കറിയിലേക്ക് ചേർക്കുകയാണ്. ഇനി ഈ കറി ചൂടോടെ ഉപയോഗിക്കരുത് കേട്ടോ. ചൂട് മാറിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങൾ ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചോറിൻ്റെ കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോയില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.